ഹായ്, നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി കട്നിയും അതേപോലെ തന്നെ വണ്ടർ കട്നിയും വേണോ എന്ന ഈ ഒരു വീഡിയോ കണ്ടോട്ടോ. ഞാൻ ഇന്നുള്ളത് സ്റ്റോൺ സെന്ററിലാണ്. ഈ ഷോപ്പിന്റെ 2 വീഡിയോസൊക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ആഴ്ചയിൽ നല്ല പ്രീമിയം ക്വാളിറ്റി വണ്ടർ കട്നിയും അതേപോലെ തന്നെ കട്നി മാർബിളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്, ഒരു 5 മിനിറ്റ് വീഡിയോ ആണ്. അപ്പോൾ വേണ്ടവരൊക്കെ കട്നി മാർബിൾ അല്ലെങ്കിൽ വണ്ടർ കട്നി മാർബിളൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ. ഇനിയിപ്പം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലുമൊക്കെ മാർബിൾ തിരയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോട്ടോ. ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെങ്കിലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു അടിപൊളി കട്നി ഉണ്ട്, അത് നമുക്കൊന്ന് കാണാം. ഇതാണ് ആ ഒരു കട്നി കേട്ടോ, നല്ല സൈസുള്ള കട്നി കേട്ടോ, നല്ലൊരു ഡിസൈനും ഡയമണ്ട് ഡിസൈൻ വരുന്ന ഒരു കട്നിയാണിത്. നല്ല പ്രീമിയം ബ്ലോക്ക് ആട്ടോ. എത്ര സൈസ് ഉണ്ട് ഇക്കാ? ഇത് നമുക്കൊരു 9 അടി പ്ലസ് ഉണ്ടായിരിക്കും സാധാരണ. ജസ്റ്റ് കറക്റ്റ് പറഞ്ഞുതരാം, ഇഞ്ച് വൈസ് ആയിട്ട് കറക്റ്റ് 9 അടി ഉണ്ട് ലെങ്ത്. 9 അടി നിങ്ങളുണ്ട്. ഓ ഓക്കെ, ഒരു 5 അടി വീതി ഉണ്ടാവും അല്ലേ? 5 അടി കറക്റ്റ് 5 അടി. കറക്റ്റ് 5 അടി. 5 അടി വീതിയുള്ള 9/5 സൈസുള്ള ഒരു കട്നിയാണിത്. ഡിസൈൻ ഞാൻ ശരിക്കും കാണിച്ചു കേട്ടോ. ഓക്കെ, ഇതെത്ര സ്റ്റോക്ക് ഉണ്ട്? ക്വാണ്ടിറ്റി നമുക്ക് ഏകദേശം ഒരു 2200 ഉണ്ടായിരിക്കും. 2200 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇതിൽ ഓവർ ഡിസൈൻ ഒന്നും ഇല്ല കേട്ടോ. ഉള്ള ഡിസൈന് ഷാർപ്പായിട്ടുള്ള ഡിസൈനാണ്. കണ്ടില്ലേ, നല്ല അടിപൊളി പ്രീമിയം ക്വാളിറ്റി ആണ്. ഫ്ലോറിലൊക്കെ വിരിച്ചാണ്ടല്ലോ കണ്ണാടി പോലെ വെട്ടി തോന്നുന്ന അടിപൊളി പ്രീമിയം ക്വാളിറ്റി കട്നിയാണ്. ഇതിനിപ്പോ ഇനി റേറ്റ് ആണ് അറിയേണ്ടത്, എല്ലാവർക്കും റേറ്റ് ആണ് അറിയേണ്ടത്. എന്ത് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഏകദേശം ഒരു 165 നമ്മൾ പറയുന്ന പ്രൈസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഫുൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അങ്ങേറ്റം ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരുപാട് വണ്ടർ ഉണ്ട്, അങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അടുത്തൊരു വണ്ടറിന് പിന്നെ പ്രത്യേകിച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല സംഭവത്തില്. വണ്ടർ പൊതുവെ ഗ്ലേസിലുള്ള മെറ്റീരിയലാണ് നോക്കാനില്ല. പിന്നെ പൊതുവെ ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കൂടുതലായിട്ടും പോകുന്ന മെറ്റീരിയൽ വൈറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുമ്പ് ഇതിന്റെ ഇടയ്ക്ക് 2-3 വർഷം മുന്നേ വൈറ്റ് ആയിരുന്നു കൂടുതലായിട്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള വണ്ടർ തന്നെയാണ്. നമുക്ക് ലോഡ് നിങ്ങളെ മുമ്പ് ഇപ്പൊ കടന്നു പോയില്ല, വണ്ടർ ആയിരുന്നു. വണ്ടറാണ്. ഓക്കെ, ഇത് എത്ര സ്ക്വയർ ഫീറ്റ്? ഇത് ഏകദേശം ഒരു 1800 സ്ക്വയർ ഫീറ്റ്. 1800 സ്ക്വയർ ഫീറ്റ്. ഞാൻ ഡിസൈൻ ഒന്നും കൂടെ ശരിക്കും കാണിച്ചു കേട്ടോ. ഡിസൈൻ കണ്ടോ കേട്ടോ, ഇതാണ് ഡിസൈൻ. നല്ല പോളിഷിങ് കിട്ടുന്ന ഒരു വണ്ടർ കട്നിയാണിത്. ഡിസൈനെ കണ്ടില്ലേ? അത് സൈസ് ഇപ്പോൾ ഏകദേശം ഒരു 8 അടി ലെങ്ത് ഉണ്ട്, ഹൈറ്റ് 4.2 ഉണ്ട്. ഓക്കെ, സൈസും ഉണ്ട്, ലെങ്ത്തുള്ള സ്ലാബാണ്. എന്ത് റേറ്റ് ഉണ്ട്? പിന്നെ ഇതിൽ ഫ്രഷ്നെസ് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. സ്ക്വയർ ഫീറ്റ് 1800 ഞാൻ പറഞ്ഞു. 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1800 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. എന്ത് റേറ്റ് കൊടുക്കാൻ പറ്റും നമുക്ക്? 135-140 മാർക്കറ്റ് പ്രൈസ് ആണ്. മാക്സിമം ചെയ്ത് കൊടുക്കാം. പറഞ്ഞാല് അങ്ങനെ ഇവിടെ ഞങ്ങളൊരു മുമ്പ് പർച്ചേസ് ചെയ്ത ഒരുപാട് കസ്റ്റമർ ഉണ്ട്, അവർക്കൊക്കെ അറിയാം നമ്മളെ ഡീലിംഗ് എങ്ങനെയാണെന്നല്ല. അപ്പൊ മാക്സിമം ചെയ്ത് കൊടുക്കാം. ഫുൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ മാക്സിമം അങ്ങേറ്റം ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോ അടുത്ത് നോക്കാം നമുക്ക്. ഇവിടുത്തെ വണ്ടർ കട്നി ഉണ്ട്, അവിടെ വണ്ടർ കട്നി ഉണ്ട്, അവിടത്തൊക്കെ വണ്ടർ കട്നി തന്നെയാണ്. അടുത്തൊരു വണ്ടർ, ഇവിടെ ഒരു കട്നി ഇതാ. അതുപോലെ ഇന്നലെ ഈ വണ്ടർ കട്നിയുടെ കൂടെ അൺലോഡ് ചെയ്തൊരു കട്നിയാണ്. ലെങ്ത് ഉണ്ട്, പക്ഷെ ഇതിന് സ്ലാബ് കുറച്ച് ഹൈറ്റ് കുറവാട്ടോ. 3 അടി ഹൈറ്റ് ഉള്ളു. പക്ഷെ ഇതിന് ഭംഗിയുള്ളതിന്റെ പേരിൽ ജസ്റ്റ് പർച്ചേസ് ചെയ്തു മാത്രം. ഓക്കെ, എല്ലാവർക്കും ഭംഗിയാണല്ലോ വേണ്ടത്. സൈസ് വിരിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഈ ഒരു സ്ട്രൈറ്റിൽ ഇപ്പം മെറ്റീരിയൽ അവൈലബിൾ വളരെ കുറവാണ്, ലഭ്യത കുറവാണ്. അതിന്റെ ലെങ്ത് ഉണ്ട്, ഏകദേശം 10 അടിന്റെ അടുത്ത് ലെങ്ത് ഉണ്ട്, 9.25 അടി ലെങ്ത് ഉണ്ട്, ഹൈറ്റ് 3 ഉണ്ട്. കട്നി വണ്ടർ കട്നിയൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈസ് അറിയാൻ പറ്റും. പിന്നെ ജോയിന്റ് കാണാൻ കഴിയില്ല, അതുകൊണ്ട് പിന്നെ സൈസ് അറിയാൻ പറ്റില്ലല്ലോ. ഐഡിയ ഉള്ള സംഗതി പർച്ചേസ് ചെയ്യും. ഓക്കെ, നല്ല ഗ്ലേസിംഗ് കിട്ടും, അടിപൊളി. നമ്മൾ ഫസ്റ്റ് കാണിച്ച കട്നി ഉണ്ടല്ലോ, കട്നി അപേക്ഷിച്ച് നോക്കുമ്പോൾ നോർമൽ റേഞ്ച് വരുന്ന കട്നി ഏകദേശം ഒരു 120 രൂപ 118 രൂപ റേഞ്ചിലൊക്കെ വരുന്ന കട്നി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇത് അവിടെതാ. ഇത് വണ്ടർ കട്നി തന്നെയാണ്. ഇത് വണ്ടർ കട്നി ഏകദേശം ആ ഒരു ഇറ്റാലിയൻ ടച്ചിൽ തന്നെ താഴ്ഭാഗത്തേക്ക് ആ ഒരു ഇറ്റാലിയൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, കട്ടിങ് വരുന്നത്. ആ കട്ടിങ്ങിലേക്ക് വരുന്നത് കണ്ടു. ഗ്ലേസിംഗ് ഉണ്ട്. 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു. 4000-ൽ 2000 രൂപ മിനിമം സോൾഡ് ആയി പോയി. ബാക്കിന് 2200 അടുത്ത് ബാലൻസ് ഉണ്ട്. 2200 ഉണ്ട്. സൈസും ഉണ്ട്, ഏകദേശം ഒരു 7 അടി ലെങ്ത്തും ഉണ്ട്, 4 അടി ഹൈറ്റും വരുന്നുണ്ട്. ഓക്കെ, എന്ത് റേറ്റ് നമുക്ക് കൊടുക്കാം? ഇത് മാക്സിമം നമുക്ക് ഒരു 1.25 വരെയൊക്കെ കൊടുക്കാൻ പറ്റുമോ? ലാസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി അടുത്തത് ഇതാ. ഇവിടെ വീണ്ടും ഒരു വണ്ടർ കട്നി, ഒരു ചെറിയ ബബിൾസിൽ പ്ലെയിൻ ആയിട്ടുള്ള സിമ്പിൾ ഒരു ഡിസൈൻ, ഒരു ഡയമണ്ട്, ഒരു സ്ട്രൈറ്റ് താല്പര്യം ഇല്ലാത്തവർക്ക് പറ്റിയ ചെറിയൊരു വീട്ടിലേക്കുള്ള ചെറിയ ക്വാണ്ടിറ്റി ഉള്ള സംഭവം. ഓക്കെ, എന്നാ സാധനം നല്ലൊരു പ്രീമിയം, ഒരിക്കലും ജോയിൻ ഇതിൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഇത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാകുന്നുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാകുന്നുണ്ടോ എനിക്കറിയില്ല, പക്ഷെ സാധനം ഇവിടെ വന്നാൽ എടുത്തു പോണ സാധനമാണ് ഇതൊക്കെ.
6.25 ലെങ്ത് വരുന്നുണ്ട്, 3.5 ഹൈറ്റ് വരുന്നുണ്ട്. 6.25 നീളം വരുന്നുണ്ട്, 3.5 ഹൈറ്റ് വീതി വരുന്നുണ്ട്. അതിന്റെ ഒരു 1100 അടുത്ത് സ്ക്വയർ ഫീറ്റ്, ചെറിയ 100 സ്ക്വയർ ഫീറ്റ്, ചെറിയ വീടുണ്ട്. ചെറിയ വീടിനെ പറ്റും. ഓക്കെ, ഇനി അപ്സ്റ്റെയറിന്റെ ആവശ്യക്കാർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ലോഡിങ്ങിനൊക്കെ സൗകര്യം ഒന്നുകൂടി ഒരു സൈസ് ആയിരിക്കും അപ്സ്റ്റെയറിലേക്ക്. എന്ത് റേറ്റ് എടുക്കാം? നമുക്കൊരു 1.15 വരെയൊക്കെ മാക്സിമം ഫുള്ള് ലോട്ടറി എടുക്കണവർക്ക് 1.15. ഓക്കെ, ഞാൻ ഡിസൈൻ വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഡിസൈൻ ശരിക്കും ഒന്ന് കണ്ടോട്ടോ. ഇതാണ് ഡിസൈന്. ഓക്കെ, ഇനി അടുത്ത് നിൽക്കാം. ഇതൊരു വണ്ടറാണ്, ഇതൊരു നോർമൽ വണ്ടറാണ്. ഓക്കെ, ഇതിൽ നമുക്ക് വെച്ചാൽ ഒരു ലോ ബഡ്ജറ്റ് ആഗ്രഹിച്ച് വരുന്ന കൊടുക്കാൻ പറ്റിയ ഫുൾ ലോട്ടിൽ എടുക്കുമ്പോൾ ഏകദേശം ഒരു 1300 ഉണ്ടായിരിക്കും. ഒരു 1.14-15 റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. 1300 സ്ക്വയർ ഫീറ്റ്. ഓക്കെ, സൈസും ഏകദേശം ഒരു 7 നീളം ഉണ്ടാവും. 7/4 അടുത്തുണ്ട്. ഓക്കെ, 7 നീളം 4 അടി വീതി ഉണ്ടാവും. 7 അടി ഉണ്ടല്ലേ? ഹൈറ്റ് 4 ഉണ്ട്. 4 അടി ഉണ്ടല്ലേ? ഓക്കെ, ഇനി അടുത്തത് പിന്നെ ഒരു വെറൈറ്റി വണ്ടറാണ് നമ്മൾ ഇത് സംഭവം. വണ്ടറൊക്കെ ഇപ്പൊ വരിക ചൂടപ്പം പോലെ പോവുകയാണല്ലേ? വണ്ടർ ഇറങ്ങാൻ നിൽക്കുന്നേ ഇല്ല, ഇറങ്ങുന്നത് കംപ്ലീറ്റ്. എല്ലാവർക്കും വണ്ടർ മതി ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ. ടോട്ടൽ 90% വണ്ടറാണ്. പിന്നെ നോർമൽ റേഞ്ചിലുള്ളവരൊക്കെ GT, സാവർ, ആരോ കുറച്ചൊരു ഉള്ളവനൊക്കെ വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഉള്ളവനെ വെച്ചാൽ പ്രീമിയം ലെവലിൽ നോക്കുന്നവരൊക്കെ വണ്ടറിലേക്ക് മാറും. പിന്നെ എപ്പോഴും ഫ്ലോറിങ്ങിന് പ്രീമിയം നോക്കാൻ നല്ലത്. കാരണം ഒരു പ്രാവശ്യം നമ്മൾ വീടിന് ഫ്ലോറിങ് ചെയ്യും, ഒറ്റ പ്രാവശ്യം. പിന്നെ വീട് വിറ്റ് വേറെ ഒന്നിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ കിട്ടണുള്ളൂ. പെയിന്റ് ഒക്കെ നമുക്ക് ഇപ്പൊ ലോക്കൽ അടിച്ച് പിന്നെ നമുക്ക് മാറ്റി നല്ല ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഫ്ലോറിങ്ങിന് അങ്ങനല്ല. ഫ്ലോറിങ് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളൂ. അത് നല്ല പ്രീമിയം രീതിയിൽ ചെയ്യണം നല്ലത്. ഓക്കെ, മനസ്സിലാക്കേണ്ടത് നിങ്ങളതാണ്. ഒറ്റ പ്രാവശ്യം നിങ്ങൾ വീടിൻ്റെ ഫ്ലോറിങ് ചെയ്യുള്ളൂ. അത് നല്ല പ്രീമിയം മാർബിൾ വാങ്ങി ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈഫും ഉണ്ടാവും. ഏത് കാലത്തും അതിങ്ങനെ കണ്ണാടി പോലെ വീടിൻ്റെ ഫ്ലോറിൽ ഇങ്ങനെ കടന്നിങ്ങനെ മിന്നും. പെയിന്റ് നമുക്ക് മാറ്റി അടിച്ചാൽ എല്ലാം നമുക്ക് മാറ്റി മാറ്റി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഫ്ലോറിങ് ഒറ്റ പ്രാവശ്യം ചെയ്യുള്ളൂ. അപ്പം ഇത് നിങ്ങൾ മാർബിൾ എവിടെ നിന്ന് വാങ്ങിയാലും നിങ്ങൾ പ്രീമിയം മാർബിൾ വാങ്ങാൻ മാക്സിമം നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടർ കട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര സൈസ് ഉണ്ട്? ഇത് ഏകദേശം ഒരു 7 ലെങ്ത് വരുന്നുണ്ട്. 7 ലെങ്ത് ഉണ്ടല്ലേ? ഓക്കെ, ഞാൻ ഡിസൈൻ ഹൈറ്റ് 4 വരുന്നു. ഹൈറ്റ് 4.4. 4. ഓക്കെ, ഈ ഡിസൈൻ സംഭവം അടിപൊളിയാണല്ലോ സാധനം. ഇത് പിന്നെ കൂടുതൽ ഇപ്പോൾ ഈ ഒരു കളറിലേക്ക് എന്താ വെച്ചാൽ കൺവേർട്ട് ആയി. കസ്റ്റമർ മുമ്പ് വരുന്ന വണ്ടറിൽ കുറച്ചും കൂടി മാറ്റം ആഗ്രഹിക്കുന്ന കസ്റ്റമറിന് അവരെ സംബന്ധിച്ച് ഈ ഒരു പാറ്റേണിലേക്കാണ് കൂടുതലായിട്ട്. കോമൺ അല്ല സംഭവം, അല്ല വല്ലപ്പോഴും ലഭിക്കണല്ലോ. ഇറങ്ങുന്നത് അപ്പൊ വിറ്റ് പോകുന്നത്. കണ്ടെയ്നർ ഒന്ന് അപ്പേ പോയി അതിന്റെ കൂടെ വന്ന ലോട്ട് കൂടിയാണത്. എത്ര സ്ക്വയർ ഫീറ്റ്? 1350. 1350 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഓക്കെ, 1350 സ്ക്വയർ ഫീറ്റ് ഡിസൈൻ ഒന്നും കൂടെ ഞാൻ കാണിച്ചാൽ ശരിക്കും കണ്ടില്ലേ? നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ചെറിയ സ്ലാബ് കൂടി വന്നിട്ടുണ്ട്. ഒരു 800-900 സ്ക്വയർ ഫീറ്റിൽ സെയിം പാറ്റേണിലാണ്. അങ്ങനെ 1,300. ഓക്കെ, എത്ര റേറ്റ് എടുക്കാൻ പറ്റും? ഒരു 140 റേഞ്ച്. 140 അല്ലേ? ഓക്കെ, പിന്നെ നിങ്ങൾ പ്രൈസ് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു വിഷയമല്ല. കസ്റ്റമർ നമ്മളെ കൂടെ ഇരുന്ന് മാക്സിമം നമ്മൾ റേറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ അതൊക്കെ കണക്കെ വണ്ടർ കൂടി അതിന്റെ കൂടെ വന്നാണ്. കുറച്ച് സൈഡിലേക്ക് മാറ്റി വെച്ചതാണ്. ജസ്റ്റ് ഇത് അതിലേക്ക് വേണമെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് വരെ അവൈലബിൾ ആക്കുന്ന രീതിയിൽ ഏകദേശം സെയിം പാറ്റേണിൽ വരുന്നത്. അത് 1300 ബാക്കി ഒരു 800 സ്ക്വയർ ഫീറ്റോളം വരുന്നത്. ഇതൊക്കെ സാധനം വേറെ ലെവലാണൊക്കെ. അതിന്റെ അനിയനായിട്ട് തന്നെ വരും. അനിയനായിട്ട് വരും. പക്ഷെ ഇതൊന്നും കൂടെ സംഭവം അടിപൊളിയാണ് സാധനം. നല്ലൊരു ഡിസൈൻ കിട്ടോ, കണ്ടില്ലേ? അടിപൊളി പറഞ്ഞാൽ അടിപൊളി സാധനം ഡിസൈൻ തന്നെ. കണ്ടാൽ എല്ലാവരും പറഞ്ഞു ഇറ്റാലിയൻ മാർബിളിന് പറയുള്ളൂ. കാരണം ആ ഒരു ഡിസൈന് ഇറ്റാലിയൻ ഷോറൂം പോയി ഈ ഒരു കളർ ഒരുപാട് മെറ്റീരിയൽ അതുകൊണ്ട് നമ്മളങ്ങനെ പറയാൻ തന്നെ കാരണം തന്നെ ഇന്ത്യൻ മാർബിളാണ് ഇന്ത്യൻ മാർബിൾ ഇറ്റാലിയൻ വണ്ടർക്കട്ടിനാണെന്ന് പലർക്കും അറിയുന്ന സംഭവമാണ്. അത് എന്തുകൊണ്ട് വെച്ചാൽ ഇതേപോലുള്ള മാർബിളാണ് വണ്ടർക്കട്ടിന്, അത് ഇതേപോലെ ഡിസൈനാണ് വണ്ടർക്കട്ടിനിൽ എല്ലാം വരുന്നത്. എത്ര സ്ക്വയർ ഫീറ്റ് ഒക്കെ? 700-800. ഇതൊരു 800. ഇതിലിപ്പോൾ ഏകദേശം ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇന്നലെ വിറ്റ് അവരിലേക്ക് ഒരു 6 പീസ് കൂടി ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോ 2000 സംതിങ് സ്ക്വയർ ഫീറ്റ് ആക്കിയതാണ്. അപ്പൊ അത് കഴിച്ച് ഏകദേശം ഒരു 850 സ്ക്വയർ ഫീറ്റ് ഇത് ബാലൻസ് ഉണ്ടാവാൻ സാധ്യത. ഓക്കെ, എന്ത് റേറ്റ് കൊടുക്കാം? ഇത് സൈസിനനുസരിച്ച് നമുക്കൊരു 1.25 വരെയൊക്കെ മാക്സിമം. 125. കുറച്ച് സൈസ് എന്ന് പറഞ്ഞാൽ 3 ഒരു 6 അടി ഉണ്ടാവും. 5-6 അടി ഉണ്ടാവും. ഒരു 6.25 ഉണ്ടാവാൻ സാധ്യത. 6.25 6.25 ഉണ്ട് കേട്ടോ. 6.25 സൈസ്. ഓക്കെ, നിങ്ങൾ 6.25 3.5 അടി വീതിയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് വണ്ടറിലേക്ക് പോകാന്ന് വെച്ചാൽ അതുപോലെ വണ്ടറിൽ കുറച്ച് ഡാർക്ക് മെറ്റീരിയൽ ഉണ്ട്. ഒരൊറ്റ ലോട്ടേ ഉള്ളൂ. മുൻപ് 4-5 ലോട്ട് വന്നതിൽ ഒരൊറ്റ ലോട്ട് ബാക്കി കിടക്കണം. അതൊരു ഓഫർ പ്രൈസിൽ കൊടുക്കുക. ഈ ഒരു കസ്റ്റമർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു ഓഫർ ആയിട്ട് ഒരു 1250 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ലോട്ട് ഉണ്ട്. നമുക്കൊരു മാക്സിമം ഒരു 100 രൂപ റേഞ്ചിൽ ഒരു ഓഫർ പ്രൈസിൽ ഈ വീഡിയോ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഫൈനൽ പോളിഷാണ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈനൊക്കെ ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഗ്ലേസിങ് പിന്നെ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഉണ്ടാവും. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഡിസൈൻ. എത്ര സ്ക്വയർ ഫീറ്റ്? 1300 ഉണ്ടാവും. 1300 സ്ക്വയർ. നമുക്കൊരു ഓഫർ ആയിട്ട് ഒരു 100 രൂപ കൊടുത്ത് ഒഴിവാക്കാം.
ഇതിന്റെ കൂടെ വന്നവരൊക്കെ വിറ്റ് പോയി, ഇനി ഇതേ ബാക്കിയുള്ളൂ അങ്ങനെ കൊടുത്തു. നല്ല സൈസും ഉണ്ടല്ലോ. സൈസ് ഉണ്ട്. ഫില്ലിംഗ് കേസ് നോക്കുകയാണെങ്കിൽ വളരെ ഒരു 85-90% ഫ്രഷ് തന്നെ, 10% മൈനർ ഫില്ലിംഗേ ഉള്ളൂ. പിന്നെ വിരിക്കുന്ന സമയത്തുള്ള ഗ്യാരണ്ടി കൊടുക്കും. വിരിക്കുമ്പോൾ പൊട്ടുന്ന കേസൊന്നും ഇല്ല. അങ്ങനത്തെ ദിവസം നമ്മൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യലില്ല. മൈനർ ഫില്ലിംഗ് എല്ലാവർക്കും അതുപോലെ ജസ്റ്റ് വേണമെങ്കിൽ ഈ ഒരു വണ്ടർ, ഇതൊരു ടീമൊക്കെ ഒരു കസ്റ്റമർ എടുത്തതിന്റെ ഒരു 550 സ്ക്വയർ ഫീറ്റ് ഉള്ള വണ്ടറാണ്. ഇതേ ഒരു പാറ്റേണിൽ വേറെ ഒരു 400 അങ്ങനെ സ്ക്വയർ ഫീറ്റ് ബാലൻസ് ഉണ്ട്. ഇതേപോലെ 400 സെയിം പാറ്റേണിൽ നിന്ന് ലോഡ് പോയ ബാക്കി അങ്ങനെ 900 സംതിങ് സ്ക്വയർ ഫീറ്റ് ഈ ഒരു പാറ്റേണിലുണ്ട്. നമുക്ക് ജസ്റ്റ് അതൊരു ഓഫറിൽ നമുക്കൊരു 100 രൂപ പ്രൈസിൽ കൊടുക്കാൻ പറ്റും. 100 രൂപ കൊടുക്കാം. ഓക്കെ. പിന്നെ വണ്ടർക്കട്ട് എന്നാണ് ഈ ഒരു ഇതേ കളറിൽ തന്നെ വരുന്ന സാധനം, സെയിം കളർ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട. ഡൈനിങ് ഹാള് അതേപോലെ ലിവിംഗ് ഒക്കെ എന്താണ് ഒരു 500 കൊണ്ട് വിരിക്കുക, ബാക്കി റൂമിലോട്ട് ആക്കിയാൽ ഇത് പ്രശ്നമില്ല. ഏതാണ് സാധനം ബാക്കി 400? ഇതിപ്പോ ഇന്നലെ ലോഡ് വൈകിട്ട് മാറ്റങ്ങളില്ല. അങ്ങനെ നോക്കുന്നവർക്ക് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ വണ്ടർ തന്നെ ആക്കണം എന്നുള്ള കൺസെപ്റ്റുള്ള കസ്റ്റമർ അവർക്ക് പറ്റിയൊരു സംഭവമാണ്. ഓക്കെ. അങ്ങനെ പറ്റുമെങ്കിൽ 1000 ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പിന്നെ ഷോപ്പിലോട്ട് വരും. നിങ്ങൾ മാർബിൾ പർച്ചേസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യുക. അതാണ് നിങ്ങൾക്ക് ഏറ്റവും നന്നാവുക. കാരണം അതിന്റെ കറക്റ്റ് ആ ഒരു ഭംഗിയും എല്ലാം നിങ്ങൾക്ക് എന്താണ് അതിന്റെ ക്വാളിറ്റി ഒക്കെ ക്യാമറ കണ്ണ് പോലെ അല്ല, മനുഷ്യന്മാരെ കണ്ണ് വേറെ പ്രത്യേകത. ഓക്കെ, വ്യത്യാസം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഷോപ്പിലോട്ട് വന്ന് പർച്ചേസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഓക്കെ. അപ്പൊ ഷോപ്പിലോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ എടുത്തു പോകുന്ന സാധനങ്ങളാണ്. അടുത്തൊരു വണ്ടർ നോക്കി അല്ല കാലിന്റെ റേറ്റ് കൊടുക്കുക 100 രൂപ. നമുക്ക് 100 രൂപ. അപ്പൊ ടോട്ടൽ ഒരു 1000 ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. ടോട്ടൽ 1300 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല. 1000 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ ഫീറ്റ്. 500 400 900 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ ഫീറ്റ്. 1000 സ്ക്വയർ ഫീറ്റ്. ഓക്കെ. കഡ്നിയിൽ വരുന്ന കേട്ടോ. വണ്ടർ അല്ല, കഡ്നിയാണ്. ഓക്കെ. കാണുമ്പോൾ ചില വണ്ടറാണെന്ന് പറയും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന പോലെ സാധനം രണ്ടിന്റെ മീഡിയം ആയിട്ട് വന്ന സംഭവം. ഒറിജിനൽ. ഓക്കെ. ഒറിജിനൽ കഡ്നിയാണ് സാധനം. ഓക്കെ. എത്ര സ്ക്വയർ ഫീറ്റ്? നമുക്കൊരു 2000 അടുത്തുണ്ട്. 1900 സംതിങ് വരുന്നുണ്ട്. എന്ത് റേറ്റ് നമുക്ക് കൊടുക്കാം? 120 റേഞ്ചിലൊക്കെ കൊടുക്കാം. 120 റേഞ്ചിൽ കൊടുക്കല്ലേ? ഞാൻ ഡിസൈൻ ഒന്നും കൂടെ കാണിച്ചു. ചില എല്ലാ ഫില്ലിംഗ് പറഞ്ഞാൽ 95% ഫ്രഷ് ആണ്. ഇതിൽ കാണുന്ന ഈ ലൈൻ 90-95 കിട്ടാറ് വലിയ കിട്ടലാണ് സാധനം. നാച്ചുറൽ ലൈനാണ്. ഓക്കെ. ഇനി അടുത്തത് ഇതൊരു കഡ്നിയാണ്. ഏകദേശം ഒരു 1700 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും. നല്ല പ്രീമിയം കളർ കഡ്നിയാണ് കേട്ടോ. ഓക്കെ. ഞാൻ ഒന്നുകൂടെ കാണിച്ച ഡിസൈനൊക്കെ സൈസും ഉണ്ട്. 7x5 സൈസും ഉണ്ട്. ഇതൊരു 120 റേഞ്ചിൽ നമുക്ക് ഇതും കൊടുക്കാം. മാക്സിമം കൊടുക്കാം. ഓക്കെ. ഇനി വണ്ടറൊക്കെ ഉണ്ട്. അവിടെയും വടക്കായിട്ട് ഇഷ്ടം പോലെ വണ്ടർ ഉണ്ട്. ഇതും ഒരു വണ്ടറാണ്. ഇറ്റാലിയൻ അതേ പാറ്റേണിൽ വരുന്ന ഒരു ലോ ബഡ്ജറ്റ് വണ്ടറാണ് കേട്ടോ. ഒരു 115 രൂപ റേഞ്ചിൽ കൊടുക്കാൻ പറ്റില്ല. 115 രൂപ. 115 രൂപ. സൈസിന്റെ ക്വാണ്ടിറ്റി ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കണ്ടോളൂ. 3000 സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക്. 3000 സ്ക്വയർ ഫീറ്റ്. ഓക്കെ. ഇനി നിങ്ങൾക്ക് വണ്ടർക്കട്ടിന് മാർബിൾ അല്ല വൈറ്റ് മാർബിൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. ഇഷ്ടം പോലെ വൈറ്റ് മാർബിളും ഇവിടെ നല്ല ഓഫർ വിലയിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് റേറ്റ്. സ്റ്റോൺ സെന്ററിനെ സംബന്ധിച്ച് റേറ്റ് ഒരു പ്രശ്നമില്ല. നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം അങ്ങേറ്റം ചെയ്ത് അവിടെ ഒരു റേറ്റിന്റെ കാര്യത്തിന്റെ ഇവിടുന്ന് ആരും ഒരു കസ്റ്റമറും പോയിട്ടില്ല. പോയതൊക്കെ സാധനം ഇഷ്ടപ്പെടാതെ അത് ഓരോരുത്തർ താല്പര്യങ്ങളാണല്ലോ. അത് തീർച്ചയായിട്ടും അറിയാം. അത്രേ ഉള്ളൂ. ഇത് സാധനം ഉണ്ടോ? അത് സോൾഡ് അല്ലേ? ഓ, ഏതാ സാധനം? ഇതൊക്കെ ഏകദേശം ഇറങ്ങിയിട്ട് 3 മാസം. അന്ന് സോൾഡ് ആക്കി കിട്ടും. അതൊക്കെ തേപ്പ് കഴിഞ്ഞിട്ടില്ല. കാരണം എടുത്തു പോവാ കസ്റ്റമർ. ഓക്കെ. അത് അങ്ങനെയുള്ളൊരു ഡിസൈൻ. ഏകദേശം ഇന്ന് അഡ്വാൻസ് ആയിട്ട് ഇന്ന് രാവിലെ അഡ്വാൻസ് ആയതായിരുന്നു. അഡ്വാൻസ് ആയതൊക്കെ പിന്നെ നമ്മൾ കാണിക്കാതിരിക്കാൻ നല്ലത്. ചെറിയ പ്രൈസിനെ കൊടുത്തത് 120 രൂപ റേഞ്ചിൽ. 120 രൂപക്കൊക്കെ ഇതിന് ഡിസൈൻ നോക്കി ഡിസൈൻ 120 രൂപക്കൊക്കെ ലോട്ടറിയാണ് സത്യം പറയണെങ്കിൽ. എന്ന് വെച്ചാൽ നമ്മളെ മുമ്പ് അവരൊരു കസ്റ്റമർ നമ്മുടെ അടുത്ത് നിന്ന് എടുത്തിരുന്നു. അവരുടെ റിലേഷനിൽ പെട്ട ആ ഒരു ബന്ധത്തിന്റെ പേരിൽ കൊടുക്കും. ഇനിയിപ്പോൾ അടുത്തൊരു വണ്ടറും കൂടെ 2 വണ്ടർ കാണിച്ചാൽ ഈ ഒരു വീട് തീർന്നു കേട്ടോ. നമുക്ക് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇതിപ്പോൾ കുറച്ച് അധികം മിനിറ്റായി. കാരണം നല്ല അടിപൊളി വണ്ടർ കണ്ടി ഒരുപാട് വണ്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ തന്നെ വീഡിയോ എടുത്തു. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തന്നെ വീഡിയോ എടുത്തു. തീർച്ചയായിട്ടും അത്രയും മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. ഒരു 5 മിനിറ്റ് വീഡിയോ പറഞ്ഞതാണ് സംഭവം. അപ്പോൾ എന്തായാലും അവസാനത്തെ 2 വണ്ടർ കട്ടിങ് കൂടെ കാണിച്ചിട്ട് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഓക്കെ. നിങ്ങളും ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഏകദേശം എന്താണ് ഒരു പ്ലെയിൻ തന്നെയാണ് പറയാ. പ്ലെയിൻ. ലൈറ്റ് 2 ഈ ഒരു ലൈൻസ് ബ്ലാക്ക് ഉണ്ട്. ബാക്കിയൊക്കെ പ്ലെയിൻ തന്നെ വരുന്നത്. ഏകദേശം ആ ഒരു മാർബിൾ കാണുമ്പോൾ സാധാ വണ്ടറിന് ഒരു വ്യത്യസ്തമായ വണ്ടർ. അതായത് ലൈറ്റ് കളർ ആഗ്രഹിക്കുന്ന വണ്ടർ കസ്റ്റമർ. അതായത് ഗ്രേ കളറിൽ നിന്ന് മാറി കുറച്ചൊരു യെല്ലോയിഷ് വരുന്ന ഒരു പാറ്റേൺ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു മെറ്റീരിയൽ. ഓക്കെ. ഈ ഒരു മെറ്റീരിയൽ പ്രത്യേകത എന്താ വെച്ചാൽ കൂടുതൽ ക്വാണ്ടിറ്റി കുറവ് വരുന്നു.
ക്വാളിറ്റി ഒരു 1000-1500 ഉള്ളിലേ വരുന്നത്. വലിയൊരു 3000-4000 ക്വാണ്ടിറ്റി ഈ ഒരു മെറ്റീരിയൽ കിട്ടണില്ല, അവൈലബിൾ അല്ല. അത്രയും ട്രൈ ചെയ്ത് പക്ഷേ സംഭവം റയറാണ്. അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി എപ്പോഴും ഒരു 1300-1500 ഉള്ളിലെ പ്രതീക്ഷിക്കാൻ പറ്റുന്നു. എന്ത് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്കൊരു 1.45 കളർ, അങ്ങനത്തെ ഒരു കളറാണ്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? മൊബൈലിൽ എത്ര, ഈ ക്യാമറ എത്ര ക്ലിയർ ആവുന്നുണ്ടല്ലോ എനിക്ക് മനസ്സിലാവുന്നില്ല. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്? 1400. സൈസ് 8 4 ലെങ്ത് ലെങ്ത് ഉണ്ടാവും. ഹൈറ്റ് ഒരു 4.25 ഹൈറ്റ് വരുന്നുണ്ട്. 4.25 ഹൈറ്റ്, ഒരു ലെങ്ത് 8 അടി. 8 അടി നീളം വരുന്നുണ്ട്. ഓക്കെ, റേറ്റ് പറഞ്ഞ 140 ആണ്. 140 മാക്സിമം ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വണ്ടതാണ്. ഇത് നല്ല ലൈറ്റ് കളർ തന്നെ, സൈസിലുള്ള വ്യത്യാസമില്ല, രണ്ടും ഒരേ പാറ്റേൺ ആണ്. ഓക്കെ, ഡിസൈൻ ശരിക്കും കണ്ടോ കേട്ടോ. വെളിച്ചത്തിന് ചെറിയൊരു കുറവുണ്ട്. ഓക്കെ ഇപ്പോൾ ഓക്കെ, ഡിസൈൻ ശരിക്കും കാണുന്നുണ്ടല്ലോ. ഓക്കെ, ഇതും ഏകദേശം ഒരു 8ന്റെ പുറമെ നീളം ഉണ്ടാവില്ലേ? 8.25 ലെങ്ത് ഉണ്ട്, ഹൈറ്റ് നീളം ഉണ്ടാവും. ഹൈറ്റ് 4 ഉണ്ട്. ഒരു 4.25 ഉണ്ടാവില്ലല്ലേ? 4.25 എത്തൂല. എത്തൂലേ? ഉണ്ട് 4.25. യെസ്, 4.25 അല്ലേ? സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് പീസുകൾ കുറച്ച് കുറവാണ്. കുറച്ച് ഹൈറ്റിൽ ഇങ്ങനെ ബാക്കോട്ട് പോകുന്ന ചെറിയൊരു ഹൈറ്റ് വ്യത്യാസം. ഫ്രണ്ടിൽ 4 ബാക്കോട്ട് 4.25 വരും കേട്ടോ. ബാക്ക് സൈഡിൽ നിന്ന് വരുന്ന പോളി ഷീറ്റ് ആണ് ഈ സംഭവം. ഓക്കെ, എന്ത് റേറ്റിന് കൊടുക്കാൻ? ഇതൊരു 1.30-28 വരെയൊക്കെ 1.30-28 കൊടുക്കല്ലേ? ജസ്റ്റ് ആ ഒരു കടനി കൂടി നോക്കി ഭംഗി, ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ. കടനി നിങ്ങൾ നോക്കി അത്രയും ലോട്ട് കാണിക്കാതെ പോകണ്ട. ഇതൊക്കെ അടിപൊളി ഭംഗിയുള്ള കടനി, തുടക്കത്തിൽ കാണിക്കുന്ന കട്നി ആയിരുന്നു സംഭവത്തിൽ. ഇത് ജസ്റ്റ് മറന്നു, ഈ സൈഡിൽ വന്നുകൊണ്ട് മറന്നു പോയതാണ്. വീഡിയോ ലെങ്ത് ആയി പോയി സംഭവം. എത്ര ക്വാണ്ടിറ്റി ഉണ്ട്? ക്വാണ്ടിറ്റി ഒരു 1200. 1200 ഉണ്ട്. സൈസ് അധികം അധികം 5.25 5.25 ഒരു ബോക്സ് ടൈപ്പ് ഒരു സ്ക്വയർ സമചതുരം. ഓക്കെ, കറക്റ്റ് സമചതുരമുള്ളതാണ്. എന്ത് റേറ്റ് നിൽക്കുക? ഇത് ഏകദേശം ഒരു ക്വാണ്ടിറ്റി കുറവായതിനെ പേരില്ല, അല്ലെങ്കിൽ നമ്മളവിടെ പറഞ്ഞല്ലോ 165, പക്ഷേ ക്വാണ്ടിറ്റി കുറവാണ്. ഒരു 135 റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. അടുത്തൊരു വൈറ്റ് മാർബിള്, നല്ല വൈറ്റ് ഉള്ള അടിപൊളി മാർബിൾ. ഏതൊക്കെ മാർബിൾ? മോർവേഡ് വൈറ്റ് ആണ്. മോർവേഡ് വൈറ്റ് ആണ്. പ്രീമിയം ക്വാളിറ്റി ആണല്ലേ? 100% ഫ്രഷ് ആണ്. 100% അങ്ങേയറ്റാണ്. ഒരു ഒന്നുമില്ല, ഒരു ഇഞ്ച് ഇത്ര പോലും ചളുക്കില്ല, അത് അത്രയും ഫ്രഷ് ആണ്. ഓക്കെ, മോർവേഡ്. സൈസ് ഏകദേശം ഒരു 9.25 സൈസ് വരുന്നുണ്ട്. ലെങ്ത് ഹൈറ്റിലേക്ക് ഏകദേശം ഒരു 3.25 ഹൈറ്റും വരുന്നുണ്ട്. ഓക്കെ, നല്ല വൈറ്റ്നസ് കിട്ടും. ബാക്ക് സൈഡ് കാണിച്ചു കൊടുത്തു. ഈ ഫ്രണ്ടിലെ പീസ് കണ്ട് കബളിപ്പിക്കാന്നുള്ള ഒരു ഓപ്ഷൻ കൂടി വേണം. ബാക്ക് സൈഡ് കണ്ടത് നിങ്ങൾക്ക് ഏകദേശം അറിയാം. പിന്നെ ബാക്കിൽ ഷീറ്റ് കാലിയായി കിടക്കുന്നതുകൊണ്ട് കണ്ടില്ല, അത്രയും ആ ഒരു മാറ്റമില്ല. സിമിലർ ആണ് സംഭവം, അത്രയും വൈറ്റ്നസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കിട്ടും. നല്ല വൈറ്റ്നസ് ഉണ്ട്. ഒരു ഫില്ലിങ്ങോ ക്രാക്കോ ഒന്നുമില്ല. 100% അങ്ങേയറ്റം ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി മോർവേഡ് മാർബിൾ ആണ്. ഓക്കെ,